നിക്ഷേപ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി ദുബായ് പോലീസ്. മാസം 10% ലാഭവിഹിതം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപങ്ങളെ കരുതിയിരിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ വഴി വൻ ലാഭം വാഗ്ദാനം ചെയ്ത് നടക്കുന്ന തട്ടിപ്പ് വ്യാപകമായ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, നിക്ഷേപ തട്ടിപ്പ് അത് വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശത്തിലുള്ളത്? ധന്യ, ദുബൈയിൽ സാധാരണക്കാർക്ക് വരെ ദിവസവും ഫോൺ കോളുകൾ ലഭിക്കും. അതായത് നിങ്ങൾക്ക് ഇത്ര ശതമാനം ലാഭം ലഭിക്കും, ചെറിയ തുകയായാലും നിക്ഷേപിച്ചാൽ മതി, ഓരോ നിക്ഷേപത്തിനും അതിന് തത്തുല്യമായ രീതിയിൽ മാസം ലാഭം ലഭിക്കും എന്നുള്ള രീതിയിൽ ഫോൺ കോളുകളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണവും വ്യാപകമാണ്. ഈ സാഹചര്യത്തിലാണ് ദുബായ് പോലീസ് മാസം 10% ലാഭം വാഗ്ദാനം ചെയ്യുന്ന ഒരു നിക്ഷേപ പദ്ധതിയും ശരിയായ നിക്ഷേപ പദ്ധതിയല്ല, അത്തരം നിക്ഷേപ പദ്ധതികളെ കരുതിയിരിക്കണം എന്ന് ഇന്ന് വളരെ വിശദമായി തന്നെ ഒരു കുറിപ്പിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പോലീസ് പറയുന്നത് തുടക്കത്തിൽ പലർക്കും ഇതിൽ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പിരമിഡ് രൂപത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ആദ്യം നിക്ഷേപിക്കുന്നവരുടെ തുകയിൽ നിന്ന് അല്പം തുക മറ്റുള്ളവർക്ക് കൈമാറും. അങ്ങനെ കൈമാറി വിശ്വാസം പിടിച്ചെടുത്തതിന് ശേഷം ഈ നിക്ഷേപം നടത്തിയവരിൽ നിന്ന് തന്നെ വലിയ തുക ഇവർ ഈടാക്കും. പിന്നീട് ഈ പിരിച്ചെടുത്ത തുകയുമായി ഈ കമ്പനി അപ്രത്യക്ഷമാകുന്ന ഒരു രീതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ലാഭം ലഭിക്കുന്നവർ പോലും ഇത്തരം കമ്പനികളെ വിശ്വസിക്കരുത് എന്നാണ് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. നിരവധി പേരാണ് ഇത്തരം തട്ടിപ്പുകളുടെ ഇരയായി ദുബായ് പോലീസിനെ സമീപിച്ചു കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ഫോൺ കോളുകൾ വഴിയും ഇത്തരക്കാർ സാധാരണക്കാരായ പ്രവാസികളെ വരെ സമീപിക്കുന്നുണ്ട് എന്നാണ് പരാതികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ധന്യ, ഷിനോജ്, ഈ പരാതികൾ എങ്ങനെയാണ് പോലീസ് പരിഗണിക്കുന്നത്? ഈ തട്ടിപ്പുകാരിലേക്ക് എത്താൻ ദുബായ് പോലീസിന് സാധിക്കുന്നുണ്ടോ? നടപടികളിലേക്ക് കടക്കാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴായി ഇത്തരം നെറ്റ്വർക്കുകളെ ദുബായ് പോലീസ് പിടിച്ചിട്ടുണ്ട്. പലരും പിടിയിലാകുന്ന വാർത്തകളും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. പല രാജ്യങ്ങളിൽ നിന്നാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പലരും കോൾ സെൻ്ററുകളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടാണ് ആളുകളെ വിളിക്കുന്നത്. പലപ്പോഴും ഇവർ ഈ UAE തന്നെ ഉണ്ടാകണമെന്നില്ല. ചില ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഈ തുക വിദേശത്തേക്ക് മാറ്റുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും നേരത്തെ വന്നിരുന്നു. പലതരത്തിലുള്ള രീതിയിലാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത്. ഈ നിക്ഷേപ തുക മറ്റ് സാധനങ്ങൾ വാങ്ങി വിദേശത്തേക്ക് കയറ്റി അയച്ചും ഈ തുക മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ദുബായ് പോലീസ് സൂചിപ്പിക്കുന്നത്. തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരെയുള്ള കേസുകളാണ്. അത്തരത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ സെക്യൂരിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണല്ലോ ഈ തട്ടിപ്പുകൾ നടക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അത് വലിയ വീഴ്ചയായി തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്യും ലോകരാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ദുബായ് പോലൊരു സ്ഥലത്ത്. അപ്പം അതിനുള്ള എന്തൊക്കെ മുൻകരുതലുകളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? ഈ നിർദ്ദേശങ്ങൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇത്തരം നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. വ്യാപകമായ തോതിൽ തന്നെ ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവർ തമ്പടിച്ചുകൊണ്ട് ഓഫീസ് തന്നെ തുറന്നുകൊണ്ട് നടന്നിരുന്ന ഡിജിറ്റൽ തട്ടിപ്പുകൾ പിടികൂടിയിരുന്നു. നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഇവിടെ മറ്റൊരു തട്ടിപ്പ് നടന്നിരുന്നത് ഈ പോലീസുകാരുടെ തന്നെ യൂണിഫോമിൽ ബോട്ടിംഗ് പോലുള്ള കോളിംഗ് ആപ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട് പിഴ അടയ്ക്കാനും മറ്റും ആവശ്യപ്പെടുന്ന ഒരു തട്ടിപ്പ് നടന്നിരുന്നു. അത് പോലീസിന്റെ ബോധവൽക്കരണത്തിന്റെ ഫലമായി തന്നെ പലപ്പോഴും ആളുകൾ തിരിച്ചറിയുകയും ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാവുകയും അത്തരം തട്ടിപ്പുകളെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രവാസികൾ തുറന്നു കാട്ടുന്ന ഒരു മാറ്റവും ഉണ്ടായിരുന്നു. പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത്തരം വീഡിയോ കോളുകളിലൂടെ വന്ന് നിങ്ങളോട് ഫീസ് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന സംവിധാനം ഇല്ല. മറിച്ച് ഔദ്യോഗികമായ ചാനലുകളിലൂടെ മാത്രമേ പോലീസ് അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടൂ തുടങ്ങിയ
നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അത്തരം തട്ടിപ്പുകളിൽ കുടുങ്ങിപ്പോകുന്നവരുടെ എണ്ണം ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത്തരം തട്ടിപ്പുകൾ മറ്റുള്ളവരുടെ ഈ ബോധവൽക്കരണത്തിന്റെ പരിധിയിൽ എത്താത്ത ആളുകളെ ലക്ഷ്യമിട്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അല്പമെങ്കിലും പണം സ്വരുക്കൂട്ടി വെച്ച് അത് എവിടെയെങ്കിലും നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നവരെ ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ വലിയ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പ് അരങ്ങേറുന്നത് തന്നെയാണ്. ശരി ഷിനോജ്, നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ ദുബായ് പോലീസ് നൽകിയിരിക്കുന്നത്. അതിനുള്ള മുന്നറിയിപ്പുകളാണ്. വ്യാപകമായി ഇത് ദുബായിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ടുള്ള സൈറ്റുകളോ ഇല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നല്ലാതെയുള്ളതെല്ലാം അവോയ്ഡ് ചെയ്യാനുള്ള നിർദ്ദേശം കൂടിയാണ് ദുബായ് പോലീസ് നൽകുന്നത്. ഷിനോജ് ശംസുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. ആഭ്യന്തര സർവീസുകൾക്ക് വിദേശ വിമാന കമ്പനിക്ക് ആദ്യമായ അനുമതി നൽകി സൗദി അറേബ്യ. സ്വകാര്യ ബിസിനസ് കമ്പനിയായ വിസ്റ്റ ജെറ്റിനാണ് അനുമതി നൽകിയത്. സൗദിയെ ആഗോള വ്യോമയാന ഹബ്ബാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. സൗദി ഇതാദ്യമായാണ് ഒരു വിദേശ വിമാന കമ്പനിക്ക് രാജ്യത്ത് ആഭ്യന്തര സേവനങ്ങൾ നൽകാനുള്ള അനുമതി നൽകുന്നത്. സ്വകാര്യ ബിസിനസ് ജെറ്റ് ഏവിയേഷൻ കമ്പനിയായ വിസ്റ്റ ജെറ്റിനാണ് ഇത്തരത്തിലുള്ള അനുമതി ആദ്യമായിട്ട് സൗദി നൽകിയിട്ടുള്ളത്. 270 വിമാനങ്ങളാണ് നിലവിൽ കമ്പനിക്കുള്ളത്. ഇതിൽ 90 വിമാനങ്ങൾക്കാണ് നിലവിൽ സൗദിയിൽ സേവനം നൽകാനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. 29 വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സേവനം നൽകുക. കഴിഞ്ഞ 2 മാസത്തിനിടെ കമ്പനി സൗദിയിൽ ആകെ 37 ഇത്തരം ആഭ്യന്തര സർവീസുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കണക്ക്. സൗദിയെ ആഗോള വ്യോമയാന മേഖലയിലെ ഒരു പ്രധാന ഹബ്ബാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നിലവിൽ രാജ്യത്ത് നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പദ്ധതിയുടെ ഭാഗം കൂടിയാണ് പുതിയ നീക്കം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വിസ്റ്റ ജെറ്റിന്റെ മാധ്യമങ്ങൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക പ്രദർശനം റിയാദിൽ ഒരുക്കിയിരുന്നു. അതിൽ ഗ്ലോബൽ 7500 ഇനത്തിൽപ്പെട്ട വിമാനങ്ങളടക്കം മറ്റു വിമാനങ്ങളും പ്രദർശനത്തിന് എത്തിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ വിമാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള സമാന രീതിയിൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്ക് കീഴിൽ അനുമതി നൽകാനാണ് സൗദിയുടെ തീരുമാനം. സ്വാഭാവികമായും ഇത്തരം അനുമതി നൽകുന്നതോടുകൂടി മറ്റ് കമ്പനികൾ കൂടി സൗദിയിലേക്ക് എത്തുന്നതോടുകൂടി ആഭ്യന്തര റൂട്ടുകളിൽ തിരക്കേറാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുപോലെ തന്നെ വിമാന ടിക്കറ്റുകളിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ. ഗസയ്ക്ക് പിന്നാലെ ലബനാനിലും ഇസ്രായേൽ വ്യോമാക്രമണം. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് കൊല്ലപ്പെട്ടു. 43 ദിവസത്തിനിടെ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചത് 500ഓളം തവണയാണ്. MC നാസർ ചേരുന്നുണ്ട്. നാസർ, വെടിനിർത്തൽ ലംഘനം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഗസ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലബനാനിലും വലിയ തോതിലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലബനാനിൽ നിന്നുള്ള വിവരങ്ങൾ. തന്നെ ഏതാണ്ട് ഒരു വർഷം പിന്നിടുകയാണ് ലബനാനും അതോടൊപ്പം തന്നെ ഇസ്രായേലും തമ്മിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയിട്ട്. അങ്ങനെയാണ് നീണ്ട മാസങ്ങൾ നീണ്ട ഒരു ആക്രമണം അവസാനിച്ചിരുന്നത്. അതിനെ പൂർണ്ണമായിട്ടും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബെയ്റൂത്തിന് നേർക്ക് ഇന്നലെ ആക്രമണം നടക്കുകയും മുതിർന്ന സൈനിക കമാൻഡറെ ഇസ്രായേൽ വധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സംഘർഷ സാഹചര്യം കൂടിയാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. കാരണം തങ്ങൾ ഇനി കരാറുമായിട്ട് അധികം മുന്നോട്ട് പോകാനാവുകയില്ല, അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹിസ്ബുല്ല ഏറ്റവും അവസാനം നൽകിയിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇസ്രായേലും ലബനാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് തന്നെ കാര്യങ്ങൾ വീണ്ടും നീങ്ങും. ഏതാണ്ട് ആ മേഖലയിൽ പിന്നെ ഒരു സമാധാനപൂർണമായിട്ടുള്ള ഒരു സാഹചര്യം നേരത്തെ രൂപപ്പെട്ടിരുന്നു. അതിനെ തകിടം മറിക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്നലെ ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണം ബെയ്റൂത്തിന് നേർക്കുകൂടി നടന്നിരിക്കുന്നത്. നേരത്തെ നടന്ന ആക്രമണങ്ങളൊക്കെയും തന്നെ ദക്ഷിണ ലബനാൻ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നെങ്കിൽ തലസ്ഥാന നഗരിയായിട്ടുള്ള ബെയ്റൂത്തിലേക്ക് കൂടി ഈ സംഘർഷം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇസ്രായേൽ സേന നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഗസയിലും നിരന്തരമായിട്ട് ഏതാണ്ട് ഇപ്പോൾ 1.5 മാസത്തിലേക്ക് നീളുകയാണ് ഈ വെടിനിർത്തൽ കരാർ. അതിനിടയിൽ 500-ൽ-അധികം തവണയാണ് ഈ വെടിനിർത്തൽ കരാർ പരസ്യമായി തന്നെ ലംഘിക്കാനും അതിശക്തമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാനും ഇസ്രായേൽ മുതിർന്നത്. അതിന്റെ ഭാഗമായിട്ട് 340-ലധികം പേർ കൊല്ലപ്പെട്ടു, 800
പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് മാത്രം ഇപ്പോൾ 4 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ലബനാന്റെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഒരു ഭാഗത്ത്, ഗസയിലെ കരാർ നിരന്തരമായിട്ട് ലംഘിച്ചുകൊണ്ട് മറുഭാഗത്തും, അതായത് ഈ മേഖലയെ പൂർണ്ണമായിട്ടും അശാന്തിയിലേക്കും സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കും കൊണ്ടെത്തിക്കുക എന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് ഇസ്രായേൽ സേനയും ഇസ്രായേലിന്റെ രാഷ്ട്രീയ നേതൃത്വവും തുടരുന്നത്. പക്ഷേ ഈ സ്ഥിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പശ്ചിമേഷ്യൻ സംഘർഷം എന്നത്, പശ്ചിമേഷ്യയിൽ സമാധാനം രൂപപ്പെടുക എന്നത് വളരെ അസാധ്യമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. യെസ്, മാത്രമല്ല ഇനിയിപ്പോ അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മധ്യസ്ഥ ചർച്ചകൾ അത് വീണ്ടും US-ന്റെ മധ്യസ്ഥയിലാണ് ഇപ്പോൾ ഗസ സമാധാന പദ്ധതി എന്നതിലേക്കൊക്കെ എത്തിയത്. പക്ഷേ പല തവണയായിട്ട് ഇസ്രായേൽ അത് ലംഘിക്കുന്ന സാഹചര്യമാണ്. അപ്പം വീണ്ടും ആളുകൾ കൊല്ലപ്പെടുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ വീണ്ടും ചർച്ചകളിലേക്ക് കടക്കുന്നു രാജ്യങ്ങൾ. നേരത്തെ ഉണ്ടായിരുന്ന മധ്യസ്ഥ രാജ്യങ്ങൾ അതിൽ എത്രത്തോളം താല്പര്യം ഇപ്പോൾ കാണിക്കുന്നുണ്ട്? ലോകത്ത് ഉയരുന്ന പ്രതിഷേധം അത് വീണ്ടും ശക്തമാകാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസ് സംഘം പിന്നിട്ട 2 ദിവസങ്ങളിലായിട്ട് കൈറോയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ഈജിപ്തിലെ ഇന്റലിജൻസ് മേധാവികളുമായും മറ്റും ചർച്ച തുടരുന്നുണ്ട്. ഖത്തറും തുർക്കിയും ഒക്കെ ഈ ചർച്ചകളിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഹമാസ് ഔദ്യോഗികമായി തന്നെ ഈ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായിട്ട് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ, നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുക അസാധ്യമാണ്. അത്തരം ഒരു നീക്കം ഉണ്ടാകണമെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പൂർണ്ണാർത്ഥത്തിൽ തന്നെ നടപ്പാക്കണം. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം ഇസ്രായേൽ അനുവദിക്കുന്നില്ല. 500-ലധികം തവണ നിരന്തരമായിട്ട് വളരെ ആസൂത്രിതമായി തന്നെ ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും 100 മനുഷ്യരെ കൊന്നൊടുക്കുകയും ചെയ്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു മൗനം പാലിക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തുടർ ചർച്ചകൾ നടക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഈ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പൂർണ്ണാർത്ഥത്തിൽ തന്നെ നടപ്പാക്കുക എന്നതാണ്. തങ്ങളുടെ ഭാഗത്തു നിന്ന് തങ്ങളുടേതായിട്ടുള്ള ദൌത്യങ്ങളെല്ലാം ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിലും ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്ന കാര്യത്തിലുമൊക്കെ തങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു വ്യവസ്ഥ പോലും പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇസ്രായേലിനെ ഇതിന് പൂർണ്ണമായിട്ടും അമേരിക്ക പ്രേരിപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ കരാറുമായിട്ട് ഇനി മുന്നോട്ട് പോവുക അസാധ്യമാണ് എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ കൈറോയിലുള്ള ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് സംഘം മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള തുടർ നീക്കങ്ങൾ എന്നത് അമേരിക്കയുടെ ഇടപെടലിനെ, ഇസ്രായേലിന്റെ നിലപാടിനെ ആശ്രയിച്ച് മാത്രമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നതും. യെസ്, മാത്രമല്ല ട്രംപിന്റെ 20 ദിന സമാധാന പദ്ധതിയെ അത് തകിടം മറിക്കുന്ന രീതിയിൽ ഇസ്രായേലിനകത്തും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം അവിടെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ എല്ലാം പല തരത്തിലുള്ള പിന്തുണയും അവസാനിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം യുദ്ധം ഇല്ലെങ്കിൽ ഈ ആക്രമണം അവസാനിപ്പിച്ചത് ഇല്ലെങ്കിൽ ആ പദ്ധതിയുമായി നെതന്യാഹു ചേർന്ന് പോകുന്നതെല്ലാം നേരത്തെ തന്നെ വലിയ എതിർപ്പ് ഉയർന്നിട്ടുള്ളതാണ്. അപ്പം ആ തീവ്ര വലതുപക്ഷ വിഭാഗത്തിന്റെ നിലവിലെ നിലപാട് എന്താണ്? അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണോ? അതുകൊണ്ട് തന്നെ ഇത് തുടരാനുള്ള സാധ്യതയാണോ കാണുന്നത്? വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും തീവ്ര വലതുപക്ഷ മന്ത്രിമാർ തന്നെയാണ് ഇപ്പോൾ അജണ്ട നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്നത്. ബെൻഗബറും സ്മോട്രിക്കും വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. വെസ്റ്റ് ബാങ്കിലേക്ക് വലിയ തോതിലുള്ള അതിക്രമങ്ങൾ, അത് ഇസ്രായേൽ സുരക്ഷാ സേന മാത്രമല്ല ജൂത കുടിയേറ്റക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പലസ്തീൻ വിരുദ്ധ നീക്കങ്ങൾ നടക്കുന്നു. നിരവധി ഗ്രാമങ്ങളിൽ അവരുടെ അതിക്രമങ്ങൾ മൂലം നിരവധി പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ 100 കണക്കിന് പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കാർഷിക വിളകൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം നേരത്തെ ഗസയിൽ മാത്രം വിധപ്പെട്ടിരുന്ന ഈ സംഘർഷമായിട്ടുള്ള സാഹചര്യം വെസ്റ്റ് ബാങ്കിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ജനീലാവട്ടെ, ഹെബ്രോണിലാവട്ടെ, മറ്റ് പല ഭാഗങ്ങളിലേക്കും, ജെറൂസലേം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലുമൊക്കെ ഈ അതിക്രമങ്ങൾ തുടരുന്നു. ഈ അതിക്രമങ്ങൾക്കൊക്കെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ബെൻഗവറും സ്മോട്രിക്കും രംഗത്തുള്ളത്. അവരെ പിന്തിരിപ്പിക്കാനോ അവരെ ഈ പ്രകോപനപരമായിട്ടുള്ള നടപടികളിൽ നിന്ന് അവരോട് പിന്മാറാനോ ഒരു നീക്കവും ഇതുവരെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അതിന് നിർബന്ധിക്കാൻ അമേരിക്കൻ നേതൃത്വവും ഇനിയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും കലുഷിതമായിട്ടുള്ള സാഹചര്യം എന്നത് ഗസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ ഉടനീളം അത് രൂപപ്പെടുകയും തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നിരവധി പേരാണ് സർക്കാരിനെ തകർക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ യുദ്ധം അവസാനിക്കാൻ നെതന്യാഹു വളരെയധികം വിട്ടുവീഴ്ചകൾ ചെയ്തു എന്നൊരു അഭിപ്രായം നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ ഏതാണ്ട് 130ഓളം
ആളുകൾ ഉള്ള എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ പറയുന്ന സഖ്യകക്ഷികൾക്കാണ് കൂടുതൽ പ്രാധാന്യം എന്ന് തോന്നുന്നു അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സർക്കാരിനെ ബാധിക്കുന്നത് കൂടിയുള്ള അവസ്ഥയിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? അതിനെ എങ്ങനെയായിരിക്കും നെതന്യാഹു ഡീൽ ചെയ്യുക? രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദവും അതോടൊപ്പം തന്നെ സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇസ്രായേലിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് നെതന്യാഹു നേരിടാൻ പോകുന്ന വിചാരണയാണ്. പല ഘട്ടങ്ങളിലും ഈ വിചാരണയുടെ നിർണായകമായ സന്ദർഭങ്ങളിലൊക്കെയും പല ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് ആ വിചാരണയിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു നീക്കമായിരുന്നു നെതന്യാഹു നടത്തിയിരുന്നത്. ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ട്രംപ് തന്നെയും ഇസ്രായേൽ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചു നെതന്യാഹുവിന് മാപ്പ് നൽകണം എന്നത് ഉൾപ്പെടെയുള്ള. പക്ഷെ ഇതൊക്കെയും ഇസ്രായേലി പൊതുസമൂഹവും ഇസ്രായേലി മതനിരപേക്ഷ സമൂഹവും പൂർണ്ണമായി തന്നെ തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ തീവ്ര വലതുപക്ഷത്തെ തള്ളിപ്പറയാൻ നെതന്യാഹു തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, അവരുടെ പിൻബലം ഇല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്ക് ഇനിയും ഈ ഭരണത്തിൽ അധികകാലം മുന്നോട്ട് പോകാൻ ആവില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു ബോധ്യവും നെതന്യാഹുവിനുണ്ട്. പക്ഷെ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ആഭ്യന്തര രാഷ്ട്രീയത്തെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ ഇസ്രായേൽ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് ആ ഒരു ഘട്ടത്തിൽ പോലും ഈ തീവ്ര വലതുപക്ഷ വിഭാഗം അല്ലെങ്കിൽ ആ മന്ത്രിമാരെ പൂർണ്ണമായിട്ടും കൂടെ നിർത്താനുള്ള ഒരു നീക്കത്തിലാണിപ്പോൾ നെതന്യാഹു ഏർപ്പെട്ടിരിക്കുന്നതും. ഇനി അറബ് രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ഖത്തർ, അതായത് ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇസ്രായേൽ സേനയെ പിൻവലിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം ഗൾഫ് രാജ്യങ്ങൾ ഏത് നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്? അത് ഖത്തർ ഉൾപ്പെടെ അത് കൂടുതൽ വ്യക്തമാക്കാനുള്ള സാധ്യത അത് സ്വാഭാവികമായിട്ട് ഇപ്പം സൗദിയുമായുള്ള ചർച്ചകൾ നടന്നത് നമുക്കറിയാം. ട്രംപിന്റെ സൗദിയിലുള്ള ഉദ്ദേശങ്ങൾ നമുക്കറിയാം. അപ്പം ഒരു തരത്തിലും അതിനെ പിണക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലവിലില്ലാത്ത സ്ഥിതിക്ക് ഏതുതരം സമ്മർദ്ദം ചെലുത്താനായിരിക്കും അറബ് രാഷ്ട്രങ്ങൾ ശ്രമിക്കുക? ഇതിൽ ഏറ്റവും പ്രധാനമായത് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ സൗദി അറേബ്യയുടെ കിരീടാവകാശി വളരെ കൃത്യമായി തന്നെ തങ്ങളുടെ രാജ്യത്തിന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. കാരണം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം കിഴക്കൻ ജെറൂസലം കേന്ദ്രീകരിച്ച് 1967 മുമ്പുള്ള അതിർത്തി മാനദണ്ഡമാക്കിക്കൊണ്ടുള്ള ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരാത്തൊരു സാഹചര്യത്തോളം ഒരിക്കലും തന്നെ ഈ ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കാനോ നയതന്ത്രപരമായിട്ടുള്ള ഒരു ബന്ധം എബ്രഹാം അക്കോർഡ് ഉൾപ്പെടെയുള്ള കരാറുമായിട്ട് ചേർന്ന് പോകാനോ സാധ്യമല്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് സൗദി അറേബ്യ എത്തിച്ചേർന്നിരിക്കുന്നത്. അതേ നിലപാട് തന്നെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളും. ഇപ്പൊ UAEയും ബഹ്റൈനും മാത്രമാണ് നേരത്തെ അബ്രഹാം അക്കോർഡുമായിട്ട് കൈകോർത്തിരിക്കുന്ന രാജ്യങ്ങൾ. പക്ഷേ മറ്റ് രാജ്യങ്ങളും ഈ നിലപാട് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഫലസ്തീൻ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അതേസമയം അന്തർദേശീയ സേനയുടെ വിന്യാസം ഗസയിൽ ഏതു വിധത്തിൽ വേണം എന്നത് സംബന്ധിച്ച് ഈ ഗൾഫ് രാജ്യങ്ങൾക്കിടയിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു രാജ്യം പോലും ഔദ്യോഗികമായിട്ടുള്ള ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം അറിയിച്ചിട്ടില്ല. ഇന്നലെ തുർക്കിയാണ് തങ്ങളുടെ സേനയെ അയക്കാൻ തങ്ങൾ സന്നദ്ധമാണ് എന്ന ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, തുർക്കി ഒഴികെയുള്ള രാജ്യങ്ങളുടെ സേനയെ മാത്രമേ അനുവദിക്കൂ എന്നൊരു നിലപാടിലാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. പക്ഷെ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും തുർക്കി വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ ഈ സേനയുടെ വിന്യാസത്തിൽ പങ്കുചേരും എന്നതും വരും ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് മാറും. ഗസയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒന്നുകൂടിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. ശരി, MC നന്ദി. ഇന്ധനക്ഷാമത്തിൽ പ്രതിസന്ധിയിലായ സിറിയയ്ക്ക് എണ്ണ എത്തിച്ച് സൗദിക്ക് നന്ദി അറിയിച്ച് സിറിയ. ഇന്ധനക്ഷാമത്തിൽ പ്രതിസന്ധിയിലായ സിറിയയ്ക്ക് സൗദി എണ്ണ എത്തിച്ചിരുന്നു. സിറിയയ്ക്ക് 2ാം തവണയാണ് സൗദി എണ്ണ സഹായമായി നൽകിയത്. സാമ്പത്തിക സഹായങ്ങളും ഉപരോധം നീക്കാനുള്ള നയതന്ത്ര പിന്തുണയും സൗദി തുടരുകയാണ്. ബാരൽ എണ്ണക്കും ഉദാര പിന്തുണക്കും സൗദിക്ക് നന്ദി എന്നതാണ് സിറിയൻ ഊർജ്ജമന്ത്രി മുഹമ്മദ് അൽ ബാഷിറിന്റെ സന്ദേശം. ഇന്ധനക്ഷാമത്തിൽ പ്രതിസന്ധിയിലായ സിറിയക്ക് സൗദി എണ്ണയെത്തിച്ചതിന് പിന്നാലെയാണ് മന്ത്രി നന്ദി അറിയിച്ചത്. നമ്മുടെ 2 സഹോദര രാജ്യങ്ങൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തിന്റെ ആഴം പ്രതിഫലിപ്പിക്കുന്നതാണ് എണ്ണ ഗ്രാൻഡും ഉദാരമായ പിന്തുണയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ സൗദി എണ്ണക്കപ്പലായ പെറ്റാലിഡിയിലായിരുന്നു എണ്ണ എത്തിച്ചത്. നൽകിയത് 6,50,000 ബാരൽ എണ്ണയാണ്. സിറിയയിലെ ബാനിയസ് തുറമുഖം വഴിയായിരുന്നു കയറ്റുമതി. ഏറ്റവും ഒടുവിൽ നൽകിയത് 1 ദശലക്ഷം ബാരൽ എണ്ണയാണ്. ഇതോടെ മൊത്തം കയറ്റുമതി 1.6 ദശലക്ഷം ബാരലായി.
വിശാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിലെ സ്പോർട്സ് സെന്ററുകളിലും ജിമ്മുകളിലും സ്വദേശിവൽക്കരണം പ്രഖ്യാപിച്ചു. 12 തരം തൊഴിലുകളിൽ 15% സൗദി പൗരന്മാർക്ക് അവസരം നൽകുന്നതാണ് നിയമം. അടുത്ത വർഷം നവംബർ 18 മുതൽ ഉത്തരവ് ബാധകമാകും. സ്വകാര്യ മേഖലയിലെ സ്പോർട്സ് സെന്ററുകളിലും ജിമ്മുകളിലും സൗദികളെ നിയമിക്കാനാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം. 2026 നവംബർ 18 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. സ്പോർട്സ് കോച്ച്, പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച്, സ്പോർട്സ് സൂപ്പർവൈസർ, പ്രൊഫഷണൽ ട്രെയിനർ, പ്രൊഫഷണൽ അത്ലറ്റിക് കോച്ച് തുടങ്ങിയവയിൽ സ്വദേശീവൽക്കരണം നടപ്പാക്കും. 12 തരം തൊഴിലുകളിൽ 15% സൗദി പൗരന്മാർക്ക് അവസരം നൽകണം. റിക്രൂട്ട്മെന്റ്, പരിശീലനം, യോഗ്യത നിർണയം, തൊഴിൽ തുടർച്ച, ഹദഫ് ഫണ്ട് തുടങ്ങിയ പദ്ധതികൾ സൗദി ജീവനക്കാരെ നിയമിക്കാൻ മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ട്. സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുകയും പ്രൊഫഷണൽ അന്തരീക്ഷം ഒരുക്കുകയുമാണ് ലക്ഷ്യം. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഉത്തരവിന്റെ വിവരങ്ങളടങ്ങുന്ന ഗൈഡ് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ഒമാനിൽ ഡെലിവറി മേഖലയിൽ 8000-ലധികം നിയമവിരുദ്ധ തൊഴിലുകളുണ്ടെന്ന് ഒമാൻ ലോജിസ്റ്റിക് അസോസിയേഷൻ. ഫുഡ് ഡെലിവറി സൂപ്പർവൈസർ ജോലി ഒമാനികൾക്ക് മാത്രമുള്ളതാണ്. പ്രവാസികൾക്ക് മോട്ടോർ സൈക്കിൾ ഡെലിവറി ഡ്രൈവർമാരായി മാത്രമേ പ്രവർത്തിക്കാനാകൂ. സെപ്റ്റംബർ 1 മുതൽ ഒമാനിൽ ലോജിസ്റ്റിക്സ് മേഖലയിൽ എല്ലാ നിയുക്ത തൊഴിലുകൾക്കും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നിർബന്ധമായിരുന്നു. ഡെലിവറി സേവനങ്ങൾ നൽകാൻ ലൈസൻസ് ഇല്ലാതെ കമ്പനികൾക്കായി ഒമാനിൽ 8000-ലധികം ഭക്ഷ്യ വിതരണ തൊഴിലാളികൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒമാൻ ലോജിസ്റ്റിക്സ് അസോസിയേഷൻ CEO ഖാലിദ് അൽ സിയാബി പറയുന്നു. എല്ലാ തൊഴിലാളികളെയും അംഗീകൃത ഡെലിവറി കമ്പനികളിലേക്ക് മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് നിലവിൽ 31 ലൈസൻസുള്ള ഭക്ഷ്യ വിതരണ കമ്പനികളുണ്ട്. ഡെലിവറി ഡ്രൈവർമാർക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും കമ്പനികൾ ഡ്രൈവർമാർക്കും സൂപ്പർവൈസർമാർക്കും പ്രൊഫഷണൽ ലൈസൻസുകൾ നൽകണമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഫുഡ് ഡെലിവറി സൂപ്പർവൈസർ ജോലി ഒമാനികൾക്ക് മാത്രമുള്ളതാണ്. പ്രവാസികൾക്ക് മോട്ടോർ സൈക്കിൾ ഡെലിവറി ഡ്രൈവർമാരായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനായി അസോസിയേഷൻ, റോയൽ ഒമാൻ പോലീസ്, തൊഴിൽ മന്ത്രാലയം എന്നിവയുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. 2025 സെപ്റ്റംബർ 1 മുതൽ ലോജിസ്റ്റിക്സ് മേഖലയിലെ എല്ലാ നിയുക്ത തൊഴിലാളികൾക്കും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നിർബന്ധമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിലെ ബിസിനസ് മേഖലയിലെ സുതാര്യതയും നിയന്ത്രണവും ശക്തിപ്പെടുത്തുന്നതിനായി 73,700 പ്രവർത്തനരഹിത സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ വാണിജ്യ മന്ത്രാലയം റദ്ദാക്കി. 2024-25 സുതാര്യതാ പദ്ധതിയുടെ ഭാഗമായി 2 ഘട്ടങ്ങളിലായാണ് നടപടി നടപ്പാക്കിയത്. ആദ്യഘട്ടത്തിൽ 2.845 മില്യൺ ദിനാറും രണ്ടാം ഘട്ടത്തിൽ 3.672 മില്യൺ ദിനാറും പിഴയായി ഈടാക്കിയതായി മന്ത്രാലയം അറിയിച്ചു. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഫലമായി യഥാർത്ഥ ഗുണഭോക്തൃ രജിസ്ട്രേഷൻ നിരക്ക് 42.8% നിന്ന് 98.62% വർദ്ധിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ഗുണഭോക്തൃ ഉടമസ്ഥ വ്യക്തമാക്കുന്നത് സുതാര്യത ഉറപ്പാക്കുകയും FATF ശുപാർശ രാജ്യത്തിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായ പ്രതിരോധ ചട്ടക്കൂട് ശക്തിപ്പെടുത്തുന്നതാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ജലീബ് അൽ ഷുയൂഖിലെ സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റൽ ആരംഭിച്ച് കുവൈറ്റ് മുനിസിപ്പാലിറ്റി. 67 കെട്ടിടങ്ങളാണ് പൂർണ്ണമായും പൊളിച്ചുമാറ്റുക. പ്രദേശത്തിന്റെ സുരക്ഷയും നഗരവൽക്കരണവും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ മനൽ അൽ അസഫറിന്റെ നേതൃത്വത്തിലാണ് പുരോഗമനങ്ങൾ നടക്കുന്നത്. സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയ കെട്ടിടങ്ങളിൽ നിന്ന് ഉടൻ ഒഴിഞ്ഞുപോകാനും തകർന്നു വീഴാനുള്ള സാധ്യത കൂടുതലാണെന്നും മുനിസിപ്പാലിറ്റി നേരത്തെ തന്നെ കെട്ടിട ഉടമകളെയും താമസക്കാരെയും അറിയിച്ചിരുന്നു. നവംബർ 4-ന് 67 കെട്ടിടങ്ങളിലെ താമസക്കാർ ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് മുനിസിപ്പാലിറ്റി 2 ആഴ്ചത്തെ അന്ത്യശാസനം പുറപ്പെടുവിക്കുകയും ഉണ്ടായി. നിശ്ചിത സമയം പൂർത്തിയായതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റി പൊളിച്ചുമാറ്റൽ ആരംഭിച്ചു. സൗദിയിൽ ഗതാഗത നിയമലംഘനത്തിന് പ്രവാസികളടക്കം നിരവധി പേർക്ക് പിഴ. ഗതാഗത ചട്ടങ്ങൾ ലംഘിച്ച കുറ്റത്തിന് ഒരാഴ്ചക്കിടെ പിടികൂടിയത് 1500ഓളം പേരെയാണ്. ലൈസൻസ് ഇല്ലാതെ യാത്രാ സേവനങ്ങൾ നൽകുന്നത് ആവർത്തിച്ചാൽ 20,000 റിയാൽ വരെ പിഴ ഉൾപ്പെടെ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും. 1349 ഗതാഗത നിയമലംഘനങ്ങളാണ് ഒരാഴ്ചക്കിടെ പിടികൂടിയത്. ലൈസൻസ് ഇല്ലാതെ സേവനം നൽകുക, അനധികൃത ടാക്സി, നിയമവിരുദ്ധ ട്രക്ക് സർവീസ് എന്നിവ കണ്ടെത്തിയതിനാണ് നടപടികൾ. 626 പേർ സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി യാത്രക്കാരെ കൊണ്ടുപോകുന്നത് പിടികൂടി.
723 പേർക്ക് മറ്റു ലംഘനങ്ങൾ നടത്തിയതിനുമാണ് ശിക്ഷ നൽകിയത്. ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. നിയമലംഘകർക്കെതിരെ വാഹനം കണ്ടുകെട്ടലും പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു. ലൈസൻസ് ഇല്ലാതെ യാത്രാ സേവനങ്ങൾ നൽകുന്നത് ആവർത്തിച്ചാൽ 20,000 റിയാൽ വരെ പിഴയും 60 ദിവസം വാഹനം കണ്ടുകെട്ടലും നേരിടേണ്ടി വരും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാന്റെ രാത്രികൾ ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലായിരുന്നു. പാട്ടും നൃത്തവും ഡ്രോൺ ഷോയും വെടിക്കെട്ടുമൊക്കെയുള്ള കളർഫുൾ ആഘോഷം. സ്വദേശികളോടൊപ്പം പ്രവാസികളും പങ്കുചേർന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. ഒമാന്റെ രാത്രികൾക്ക് കൂടുതൽ ചന്തം കൂടിയ ദിവസങ്ങളാണ് കടന്നുപോയത്. രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷം കളറാക്കാൻ സ്വദേശികളും വിദേശികളും നഗരത്തിലിറങ്ങിയ രാത്രികൾ. നഗരങ്ങളെല്ലാം മൂവർണ്ണത്തിൽ മിന്നിത്തിളങ്ങിയിരുന്നു. വിളക്കുകാലുകളിലും സ്ഥാപനങ്ങളിലും ഒമാൻ പതാകയുടെ നിറത്തിൽ ദീപാലങ്കാരങ്ങൾ. തുറന്ന വാഹനങ്ങളിൽ കൊടിതോരണങ്ങളുമായി കുട്ടികളും മുതിർന്നവരും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന അതിഗംഭീര വെടിക്കെട്ടായിരുന്നു ദേശീയ ദിനാഘോഷത്തിന് മാറ്റുകൂട്ടിയ മറ്റൊന്ന്. മസ്കത്തിലെ അൽഖൂദിലും സലാലയിലെ ഇത്തീനിലും കുറം ബീച്ചിലും നടന്ന വെടിക്കെട്ട് കാണാൻ സ്വദേശികളുടെ ആവേശത്തിനൊപ്പം പ്രവാസികളും കൂട്ടമായി എത്തി. കുറം ബീച്ചാണ് ദേശീയ ദിനാഘോഷം കളറാക്കിയ ഇടം. നേവി കപ്പലുകളുടെ പരേഡായിരുന്നു അത്. പരേഡ് കാണാൻ സുൽത്താനും എത്തിയിരുന്നു. രാത്രി ഏറെ വൈകിയും കടലിന് സമാന്തരമായി മനുഷ്യക്കടൽ തീർത്ത് ഖുറം തീരം. ഒമാൻ്റെ നാഷണൽ ഡേ അത് നല്ലൊരു ആഘോഷമായിട്ടാണ് ഖുറം ബീച്ചിൽ. ഇവിടെ ഷിപ്പിലെല്ലാം ലൈറ്റ് അലങ്കാരെല്ലാം ഉണ്ട്. അതേമാതിരി ലേസർ ഷോ. പിന്നെ നമ്മൾക്ക് അന്നം തരുന്ന നാടായതുകൊണ്ട് നമ്മളെല്ലാവരും പിന്നെ റൂബി എന്ന സ്ഥലത്ത് നിന്ന് വന്നിട്ടാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ അതെല്ലാം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വന്നതാണ് ഞങ്ങൾ. നന്നായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒമാനിൽ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യുന്നത്. നന്നായിട്ടുണ്ട്. ഇനിയും വരാൻ പോകുന്ന ലേസർ ഷോയും മറ്റുമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നല്ല ക്രൗഡാണ്. ഇത്രയും ക്രൗഡ് പ്രതീക്ഷിച്ചില്ല. ഇതിന് മുന്നേ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. എൻ്റെ അറിവിലില്ല. ഫതഹ് സ്ക്വയറിൽ സൈനിക പരേഡിൽ ഒമാൻ സുൽത്താൻ സല്യൂട്ട് സ്വീകരിച്ചതോടെയാണ് ഈ വർഷത്തെ ദേശീയ ദിനാഘോഷത്തിന് ഔദ്യോഗിക തുടക്കമായത്. വിന്റർ സീസൺ കൂടി ആരംഭിച്ചതോടെ ഓരോ ഗവർണറുകളും പ്രത്യേക ഇവന്റുകളുമായി ആഘോഷം ഒമാനിൽ തുടരുകയാണ്. മലയാളികളടക്കമുള്ള പ്രവാസികളും ജോലി തിരക്കുകൾ ഒഴിഞ്ഞ വൈകുന്നേരങ്ങളിൽ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നുമുണ്ട്. മീഡിയ 1, മസ്കത്ത്. ഷാർജയിൽ അപൂർവ ഇനം ഉറുമ്പിനെ കണ്ടെത്തി. ഷാർജയിലെ വാദി ഷീസിൽ നിന്ന് കണ്ടെത്തിയ ഉറുമ്പ് ഇനി ഷാർജ ആൻഡ് എന്നറിയപ്പെടും. കെയർബാറ ഷാർജ എൻസിസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. അറബ് മേഖലയിൽ ആദ്യമായാണ് കെയർബാറ ജനുസിൽപ്പെടുന്ന ഉറുമ്പിനെ കണ്ടെത്തുന്നതെന്ന് ഷാർജ പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. ഡോക്ടർ മുസ്തഫ ഷറഫിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിൽ ഇത്തരം ഉറുമ്പുകളിൽ ഒന്നിനെ മാത്രമാണ് കണ്ടെത്താനായത്. ഇവയുടെ കൂട്ടത്തിലെ മറ്റു ഉറുമ്പുകളെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. കുവൈത്തിലെ മികച്ച ഗായകരെ കണ്ടെത്തുന്ന ഗൾഫ് മാധ്യമം മെട്രോ മെഡിക്കൽ സിംഗ് കുവൈറ്റ് മത്സരത്തിൽ 20 പേർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇവരിൽ നിന്ന് സോഷ്യൽ മീഡിയ വോട്ടിംഗും കൂട്ടിച്ചേർത്ത് മുന്നിലെത്തുന്ന 10 പേരാകും ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റുരയ്ക്കുക. ഡിസംബർ 5-ന് അബ്ബാസിയ അസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ഫൈനൽ. 1000-ഓളം അപേക്ഷകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 30 പേരാണ് സെമിഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ചത്. യാക്കോബായ സുറിയാനി സഭയുടെ മെത്രാപ്പൊലിത്തയും ശ്രേഷ്ഠ കാതോലിക്ക ബാവയുമായ മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ UAE-യിലെത്തുന്നു. കാതോലിക്കയായി സ്ഥാനമേറ്റ ശേഷം ആദ്യമായി UAE-യിലെത്തുന്ന ബാവയ്ക്ക് ദുബൈയിൽ വൻ സ്വീകരണമൊരുക്കും. ഈ മാസം 26 മുതൽ ഡിസംബർ 9 വരെയാണ് ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ UAE-യിലെ വിവിധ പള്ളികൾ സന്ദർശിക്കുക. ഈ മാസം 30-ന് ജെൻസോ എന്ന പേരിൽ ദുബൈ അൽനിസർ ലിഷർലാൻഡിൽ നടക്കുന്ന യാക്കോബായ സുറിയാനി സഭാംഗങ്ങളുടെ സംഗമത്തിലും കാതോലിക്ക ബാവ പങ്കെടുക്കും. ലുലു ചെയർമാൻ MA യൂസഫലിയായിരിക്കും മുഖ്യാതിഥി. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് നവംബർ മാസം 30-ാം തീയതി അൽനാസറിൽ വെച്ച് നടക്കുന്ന സ്വീകരണ പരിപാടിയാണ് പ്രധാനമായിട്ടുള്ളത്. മലയാളത്തിൻ്റെ ഐക്കണായ
കമാൻഡർ MA യൂസഫ് അലി സാറാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ദുബായ്, ഫുജൈറ, അബുദാബി, ഷാർജ, അലൈൻ എന്നിവിടങ്ങളുടെ ദേവാലയങ്ങളിൽ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകും. UAE പാട്രിയാർക്കൽ വികാരി കുര്യാക്കോസ് മാർ ഇസോബിയസ് മെത്രാപ്പൊലിത്ത, ഫാദർ ബിനു അമ്പാട്ട്, ഫാദർ സിബി ബേബി, സന്ദീപ് ജോർജ്, എൽദോ പി ജോർജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. ദോഹ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിൽ നിറഞ്ഞു നിന്നത് പലസ്തീൻ. ഗസയിലെ കുഞ്ഞുങ്ങളുടെ വേദന ആവിഷ്കരിച്ച് ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ് ആയിരുന്നു ആദ്യ ചിത്രം. ഹിന്ദ് റജബിന്റെ ഉമ്മയുടെ വാക്കുകൾ ശ്രോതാക്കളിൽ തീകോരിയിട്ടു. فهمت أن دوري هو أن أحمل صوت أطفال غزة. فقدت ابنتي حبيبتي وراحتي، لكنني لم أفقد إنسانيتي ورسالتي. ഇത് വിസാം ഹമദ, ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 5 വയസ്സുകാരി ഹിന്ദ് റജബിന്റെ ഉമ്മ. ദോഹ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നെഞ്ചുപൊട്ടി അവർ പറഞ്ഞ വാക്കുകൾ ഖത്തർ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു. എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, എന്നാൽ എൻ്റെ മനുഷ്യത്വമോ സന്ദേശമോ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വന്നു നിൽക്കുന്നത്. ഗസയിലെ അവസാന വെളിച്ചവും അണയുന്നതിനു മുമ്പ് അവിടുത്തെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം. أنقذوا طفولة غزة قبل أن ينطفئ آخر نور فيها. എന്തുകൊണ്ട് ദോഹ ഫിലിം ഫെസ്റ്റിവൽ ലോകത്തെ മറ്റു സിനിമാ മേളകളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോവ് നിറഞ്ഞ ഈ വാക്കുകൾ കാണിച്ചു തന്നു. വിസാം ഹമദ കണ്ടുനിന്നവരുടെ കണ്ണീരായി. ഗസയിൽ വിടരും മുമ്പേ പൊലിഞ്ഞുപോയ കുഞ്ഞു നക്ഷത്രങ്ങളുടെ വേദന നിറഞ്ഞ നിലവിളിയായി. ഫലസ്തീനു വേണ്ടിയുള്ള ഐക്യദാർഢ്യത്തിന്റെ വേദി കൂടിയായിരുന്നു ദോഹ ഫിലിം ഫെസ്റ്റിവൽ. റെഡ് കാർപ്പറ്റിൽ പലരും എത്തിയത് കഫിയെ അണിഞ്ഞാണ്. ചിലർ ഫലസ്തീൻ പതാക മേനിയിൽ അണിഞ്ഞു. അവർ ഗസയ്ക്ക് വേണ്ടി സംസാരിച്ചു. وتطرقنا كمان لموضوع انفجار المرفأ وبنفس الوقت تطرقنا للموضوع المجزرة اللي عم بتصير بغزة. بغض النظر ان احنا كاستديوهات كثار ايضا عندنا فيلم ثاني مشارك له وهو فلسطين 36. തുനീഷ്യൻ സംവിധായിക കൗസർ ബിൻ ഹനിയയാണ് ഉദ്ഘാടന ചിത്രമായ ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ് ഒരുക്കിയത്. ഗസക്കായി ഐക്യപ്പെടാൻ ഇതിലും മികച്ചൊരു ദൃശ്യാവിഷ്കാരമില്ല. ഉള്ളു പിടഞ്ഞാണ് കാണികൾ ഫലസ്തീൻ ബാലികയുടെ കഥ കണ്ടത്. ഫലസ്തീനിലെയും സുഡാനിലെയും ചിത്രങ്ങളാണ് ദോഹ സിനിമാ മേളയിലെ ഐക്യദാർഢ്യത്തിന്റെ ആവിഷ്കാരങ്ങൾ. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ, വിത്ത് ഹസൻ ഇൻ ഗാസ, കാർത്തും തുടങ്ങിയ ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ദോഹയിലെ കത്താറ വില്ലേജിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. ചാലിയാറിന്റെ ചരിത്രവും വർത്തമാനവും ആവിഷ്കരിച്ച ചാലിയാർ ഉത്സവത്തിന്റെ ദോഹയിൽ പ്രൗഢ സമാപനം. സംഘടനയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ആഘോഷ പരിപാടികൾ. ബുഖേർ നോബിൾ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു ഉത്സവം. ചാലിയാർ പുഴ പിറവിയെടുക്കുന്ന പോത്തുകല്ല് മുതൽ ബേപ്പൂർ വരെയുള്ള 24 പഞ്ചായത്തുകളിൽ ഓരോ പഞ്ചായത്തിന്റെയും ചരിത്രവും സംസ്കാരവും ഭൂപ്രകൃതിയും ദൃശ്യമികവോടെ ഉത്സവത്തിൽ അവതരിപ്പിച്ചു. ചാലിയാർ ഞങ്ങളുടെ ജീവിതവും സംസ്കാരവുമാണ്. ചാലിയാറിന്റെ സംരക്ഷണം സിനിമാറ്റിക് ഡാൻസ്, ഫ്യൂഷൻ ഡാൻസ്, കോൽക്കളി, ഒപ്പന തുടങ്ങി വിവിധ പഞ്ചായത്ത് കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. ചൂരൽമല ദുരന്തത്തിന്റെ ദൃശ്യാവിഷ്കാരം കാണികളിൽ നോവ് പടർത്തി. പിന്നണി ഗായകരായ ബാദുഷയും സൽമാനും അവതരിപ്പിച്ച സംഗീത വിരുന്ന് കാണികൾക്ക് ആഘോഷമായി. കാണാനെത്തിയവർക്കും പരിപാടിയെക്കുറിച്ച് പറയാൻ 100 നാവ്. നമ്മളെ മറ്റേ ചൂരൽമലയിലെ പരിപാടി അവതരിപ്പിച്ച് വളരെ മനസ്സിനെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. നാട്ടിൽ നടക്കുന്ന പല പരിപാടികളും, അതായത് കല്യാണം, സൽക്കാരം, കൂട്ടായ്മ, ഉത്സവങ്ങൾ, അതൊന്നും നമുക്ക് മിസ് ചെയ്യുന്നില്ല. അതിലേക്കാൾ ഉപരിയാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദോഹയിൽ ഒരുവിധം മിക്ക പരിപാടിക്കും പോകുന്നതാണ്, പക്ഷേ ഈ പരിപാടി അതിൽ നിന്നും വ്യത്യസ്തമാണ്. ചാലിയാർ ദോഹയുടെ വെബ്സൈറ്റ് ലോഞ്ചിങ് കോൺസുലർ എംബസി ഓഫ് ഇന്ത്യ ഡോക്ടർ വൈഭവ് തണ്ടലെ നിർവഹിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ലഫ്റ്റനന്റ് അബ്ദുൽ അസീസ് മൊഹന്നദി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രവാസി സംഘടനാ നേതാക്കൾക്കൊപ്പം ചാലിയാർ ദോഹ പ്രസിഡന്റ് CT സിദ്ദിഖ് ചെറുവാടി, മഷൂദ് വിസി തിരുത്തിയാട്, ഷാറ ഹാഷ്മി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദോഹ. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുബായ് KMCC വിപുലമായ ഈദുൽ ഇത്തിഹാദ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 2-ന് ഷബാബ്
അൽ അഖ്ലി ക്ലബിൽ നടക്കുന്ന പരിപാടികളിൽ 15,000 പേർ പങ്കെടുക്കും. UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൂഖ് അൽ മർഗി, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MA യൂസുഫ് അലി, റാപ്പർ ഡബ്സി തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. ഡിസംബർ 2 ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 11 വരെയാണ് ആഘോഷങ്ങൾ. കുട്ടികളുടെ കലാമത്സരങ്ങളും വിനോദ പരിപാടികളും സ്ത്രീകൾക്കായുള്ള മത്സരങ്ങളും നടക്കും. കണ്ണൂർ ഷെരീഫ് ടീമിന്റെ സംഗീത വിരുന്നും ഉണ്ടാകും. ഷാർജയിൽ 1.5 വയസ്സുകാരൻ വാഹനമിടിച്ച് മരിച്ചു. കളിച്ചുകൊണ്ടിരിക്കെ വീടിന് പുറത്തേക്ക് ഓടിയ കുട്ടി അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടം നടന്നിട്ടും വാഹനം നിർത്താതെ പോയി. ഡ്രൈവറെ പിന്നീട് ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 വയസ്സുള്ള സഹോദരന്റെ മുന്നിലാണ് അപകടമുണ്ടായത്. ഡ്രൈവറെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി പോലീസ് അറിയിച്ചു. അസ്മാനി എന്ന പേരിൽ MES അസ്മാബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ദുബൈയിൽ സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ ഡോക്ടർ ഗൾഫാർ P. മുഹമ്മദ് അലി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഈ മാസം 30-ന് ഇത്തിസലാത്ത് അക്കാദമിയിൽ നടക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഒമാൻ നാഷണൽ യൂണിവേഴ്സിറ്റി ചാൻസലറായി നിയമിതനായ ശേഷം ഗൾഫാർ മുഹമ്മദ് അലി ദുബൈയിൽ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ പൊതുചടങ്ങായിരിക്കും ഇതെന്ന് സംഘാടകർ അറിയിച്ചു. 45 വർഷം അറബ് നാട്ടിൽ അറബികൾക്ക് ഇമാമായിരുന്ന മലയാളിയായ ദാവൂദ് ഉസ്താദ് അജ്മാനിൽ വിവിധ പള്ളികളിൽ 4 പതിറ്റാണ്ട് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഈ വളാഞ്ചേരിക്കാരൻ ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ്. തന്റെ 78ാമത്തെ വയസ്സിൽ. മനസ്സിൽ നിൽക്കുന്ന അനുഭവം ഈ അറബികളുടെ അറബികൾ അത്ര വല്ല അവരെപ്പറ്റി പറയുമ്പോൾ സങ്കടം വരും. കാരണം അവർക്ക് യാതൊരു വലിപ്പച്ചെറുപ്പില്ല. 45 വർഷത്തിലേറെ അറബ് നാട്ടിൽ അറബികൾക്ക് ഇമാമ് നിന്ന ഒരു മലയാളി ഉസ്താദാണ് നമ്മോടൊപ്പം ഉള്ളത്. വളാഞ്ചേരി എടയൂർ സ്വദേശിയായ ദാവൂദ് ഉസ്താദ്. ദാവൂദ് ഉസ്താദിനെ എങ്ങനെയാണ് ഈ അജ്മാനിലെ അറബികൾ സ്വീകരിച്ചത്? അവർ വളരെ ബഹുമാനത്തോടു കൂടിയാണ് അവർ സ്വീകരിച്ചത്. ഞാൻ ആദ്യമായിട്ട് വന്നത് പള്ളി ഇമാമായി വന്നത് മനാമയിലാണ്. അജ്മാന്റെ ഭാഗമായിട്ട് അജ്മാന്റെ ഭാഗത്തിൽ മനാമയിൽ. അവിടെ പിന്നെ പട്ടാള ക്യാമ്പാണുള്ളത്. അവിടെ കുറേ മലയാളികളുണ്ട്, ഫാമിലികളും. അങ്ങനെ അവരെ അതിന് 1 വർഷത്തോളം അങ്ങനെ അജ്മാൻ ഷെയ്ഖ് ഹുമൈദിൻ്റെ സെക്രട്ടറി ഷെയ്ഖ് അബ്ദുല്ലാമീൻ റഹ്മുള്ള നിസ്കാരം കണ്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ട് ഇന്നെ ഹത്ത ഒമാൻ ബോർഡർ അവിടെ അജ്മാൻ കുറച്ച് സ്ഥലമുണ്ട്. മസ്ഫൂത്ത്, മുസൈറ, സുബൈഗ എന്ന് പറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട് ഒമാൻ്റെ ബോർഡറിൽ. അദ്ദേഹം അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹം എന്നെ മനാമേന്ന് അദ്ദേഹം അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഒരു 12 വർഷക്കാലം അവിടെ നിന്ന്. മൊത്തം 50 വർഷമാണ് ദാവൂദ് ഉസ്താദിനുള്ളത്. അതിൽ 45 വർഷത്തോളം ഈ പറഞ്ഞ പോലെ അറബികൾക്ക് ഇമാമ നിന്നു. ഇപ്പോൾ 78ാം വയസ്സിലാണ് ആ പ്രവാസത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. എന്തായാലും അജ്മാനിൽ തന്നെ കൂടാനാണ് തീരുമാനം. അജ്മാൻ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ റമദാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഈ തണുപ്പ് സീസണാണ്. പെട്ടെന്ന് നാട്ടിലാണെങ്കിൽ ചൂട് സമയമാണ് റമദാന്. അപ്പോൾ പെട്ടെന്ന് ഇതാകുമ്പോഴേ ഞങ്ങൾക്ക് താങ്ങൂല. അതുകൊണ്ട് നോമ്പ് കഴിഞ്ഞിട്ട് പോകാന്നുള്ള നിലക്കാണ്. അറബികളോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ എങ്ങനെയാണ്? ഞാൻ ആദ്യം അറബികളെ വെറും ബതുക്കലടിയിലാണ് ഞാൻ ഉണ്ടായത്. ഒമാൻ്റെ ബോർഡറിലെ രാത്രിയിൽ സുബൈഗ എന്ന സ്ഥലത്ത് വെറും ബതുക്കളായിരുന്നു. അവരെ കണ്ടിട്ടാണ് ഇസ്ലാമിൻ്റെ പ്രായോഗിക ജീവിതം ഞാൻ പഠിച്ചത്. മദ്രസയിൽ പോകാത്ത ബതുക്കളെ കണ്ടിട്ടാണ് ഇസ്ലാം എന്താണെന്ന് ഞാൻ പഠിച്ചത്. അറബികൾക്ക് പൊതുവെ അങ്ങനെയുള്ള വിവേചനങ്ങളൊന്നുമില്ല. അറബികൾക്ക് ഒരു വിവേചനമില്ല. ഏത് മതക്കാരനാണ്, ഏത് ജാതിയാണ് ഒന്നുള്ള ഒരു വിവേചനമില്ല. മനുഷ്യൻ അവർ പറഞ്ഞ പണികളെല്ലാം നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് അവരവിടെ മതം ജാതി ഒന്നും ഇതിൻ്റെ സ്വഭാവം തന്നെ അറബികൾക്കില്ല. ദാവൂദ് ഉസ്താദിന്റെ 50 വർഷം നീണ്ട പ്രവാസത്തിൽ 45 വർഷവും ഭാര്യ ബസീറ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സൗന്ദര്യം. ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ സന്തോഷമല്ലേ. ജീവിക്കാൻ നല്ല സ്ഥലം. അറബികളൊക്കെ നല്ല സ്വഭാവം. ഞങ്ങളൊരു വർഷം തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അറബികൾ എന്നും വന്ന് ഇന്നെ വിളിക്കാൻ വരും. അങ്ങനെ വന്നിട്ട് വിളിച്ചിട്ട് എന്നും ഭക്ഷണം തരും. എന്താ വേണ്ടത് ചെന്നാൽ ചോദിക്കണക്ക് എന്താ വേണ്ടത് നമുക്ക് പറയാൻ നമുക്ക് അത്ര അറിയില്ലല്ല. UAE രാഷ്ട്രപിതാവിനെ അതേപോലെ അജ്മാൻ ഭരണാധികാരിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാണാനും സലാം പറയാനും ഒക്കെ അവസരം അല്ലേന്ന് അവിടെ വന്നിരുന്നത്. അപ്പോൾ
പിന്നെ ഷെയ്ഖ് ഉബൈദിൻ്റെ കൂടെ 2 പ്രാവശ്യം ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവിടുന്ന് സുബൈഖേന്ന് അദ്ദേഹം അവിടെ വന്നിട്ട്. ഇമാമിന്റെ ജോലി അവസാനിപ്പിച്ചെങ്കിലും ദാവൂദ് ഉസ്താദും കുടുംബവും തൽക്കാലം നാട്ടിലേക്ക് മടങ്ങുന്നില്ല. ഈ റമദാനിലും എന്തായാലും ഇവിടെ തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, അജ്മാൻ. ഖത്തറിലെ ഖത്താറ ഫാൽക്കൻറി ആൻഡ് ഹണ്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ബുധനാഴ്ച ആരംഭിക്കും. ദോഹ സീലയിലെ മർമി സബ്ഖയിലാണ് ചാമ്പ്യൻഷിപ്പ് അരങ്ങേറുക. പരിപാടികളുടെ ഷെഡ്യൂൾ സംഘാടക സമിതി പുറത്തിറക്കി. ഉദ്ഘാടന ദിവസം യോഗ്യതാ റൗണ്ടുകളാണ് ആരംഭിക്കുക. ഫാൽക്കണുകളുടെ ഇനങ്ങൾ വേർതിരിച്ചാണ് മത്സരം നടത്തുന്നത്. മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയിൽ നിന്നെത്തിയ യാത്രക്കാരന്റെ ബാഗേജിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കണ്ടെടുത്തത് 16 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ. നിരോധിത വസ്തുക്കളുടെ കള്ളക്കടത്ത് തടയാൻ വിമാനത്താവളങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കി അധികൃതർ. കുവൈത്തിലെ ജഹ്റ ഗവർണറേറ്റിലെ വിതരണ ശാഖയിൽ റേഷൻ ഭക്ഷ്യവസ്തുക്കളുടെ തട്ടിപ്പിൽ 6 പേർ പിടിയിൽ. ഉപഭോക്താക്കൾക്ക് നൽകേണ്ട നിത്യോപയോഗ സാധനങ്ങളുടെ അളവിൽ വലിയ കുറവ്. നടപടികൾ ശക്തമാക്കി അധികൃതർ. പാസ് അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന് സലാലയിൽ തുടക്കം. ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് സലാലയിലെ 10 സ്വകാര്യ സ്കൂളുകളും ഒരു അക്കാദമിയും. ഫിഫ അണ്ടർ-17 ലോകകപ്പിൽ ഇറ്റലിയെ തകർത്ത് ഓസ്ട്രിയ ഫൈനലിൽ. ജയമെതിരില്ലാത്ത 2 ഗോളിന് ബ്രസീൽ പോർച്ചുഗൽ. 2ാം സെമിഫൈനൽ മത്സരം പുരോഗമിക്കുന്നു. മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഓസ്ട്രിയ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ആരായിരിക്കും ബ്രസീൽ പോർച്ചുഗൽ മത്സരത്തിൽ ഫൈനലിലേക്ക് എത്തുക എന്നാണ് അറിയേണ്ടത്. മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു? ധന്യ, ബ്രസീൽ പോർച്ചുഗൽ മത്സരവും ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം പൂർത്തിയാക്കി. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ട മത്സരം. അതിൽ 7 കിക്കുകളാണ് പെനാൽറ്റി ഷൂട്ടിൽ എടുത്തത്. 5-6 പോർച്ചുഗൽ അണ്ടർ-17 ലോകകപ്പിൻ്റെ കലാശപ്പോരിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. കലാശപ്പോരിൽ ഇനി 2 ടീമുകൾ. ഒന്ന് ഓസ്ട്രിയ, ഇറ്റലിയെ തോൽപ്പിച്ച ഓസ്ട്രിയ. മറ്റൊന്ന് കരുത്തരായ ബ്രസീലിനെ തോൽപ്പിച്ച് മറ്റൊരു യൂറോപ്യൻ കരുത്തരായ പോർച്ചുഗൽ. പോർച്ചുഗലിൻ്റെ കളി കാണാൻ വേണ്ടി, അതുപോലെ ബ്രസീലിൻ്റെയും കളി കാണാൻ വേണ്ടി ബ്രസീലിൻ്റെയും അതുപോലെ പോർച്ചുഗലിൻ്റെയും നിരവധി ആരാധകരാണ് ആസ്പയർ സോണിലെ ഈ മൈതാനത്ത് ഒത്തുകൂടിയിരുന്നത്. അത് വിദേശികൾ മാത്രമല്ല, നമ്മൾ എവിടെ പോയാലും മലയാളികളുണ്ടല്ലോ. പോർച്ചുഗൽ ഫാൻസ് ആയിട്ടുള്ള മലയാളികൾ കൂടി ഈ കളിയിൽ എത്തിയിട്ടുണ്ട്. പോർച്ചുഗൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. പോർച്ചുഗൽ ഫാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കളി? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല ആവേശകരമായ കളി. കാരണം നല്ല ടൈറ്റിൽ തന്നെ പോയി. രണ്ട് ടീമും വളരെ നന്നായിട്ട് കളിച്ചു. എന്നെ സംബന്ധിച്ചോളം എനിക്ക് 2 ടീമിനോടും ഇഷ്ടമാണ്. ഏത് ആര് ജയിക്കണം എന്നതൊരു കൺഫ്യൂഷനാണ്. പക്ഷേ അവസാനം പിന്നീട് അത് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി 6-5 എന്ന നിലയിൽ പോർച്ചുഗൽ കെയിം ടു ദ ഫൈനൽ. ഓക്കെ, വളരെ നന്നായി, വളരെയധികം സന്തോഷം കണ്ടതിൽ. ഓക്കെ, താങ്ക് യു. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ അല്ലേ? ആക്രമണ പ്രത്യാക്രമണത്തിന് ഒരു നിര തന്നെ ഉണ്ടായി. പക്ഷേ ഫൈനൽ എന്താ പറയുക, പെനാൽറ്റി ഷൂട്ടൗട്ടാണ് അവസാനം വിധി നിർണ്ണയിക്കുന്നത്. എന്താണ് തോന്നുന്നത്? മനോഹരമായ കളിയായിരുന്നു. 17 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഒരു കളിയല്ല അവർ കാഴ്ചവെച്ചത്. എനർജി എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ തന്നെയായിരുന്നു. ഷൂട്ടൗട്ടിൽ പോർച്ചുഗലിന്റെ ഗോൾ കീപ്പർ ഒരു കിക്ക് മുകളിലേക്ക് അടിച്ചപ്പോൾ തീർച്ചയായും എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. പക്ഷെ തിരിച്ചു വന്നു. അവരുടെ 2 പോസ്റ്റുകൾ തട്ടിത്തെറിച്ചു പോയി. അവസാനം ഞങ്ങൾ തന്നെ ഫൈനലിലെത്തി. ഓസ്ട്രിയ, ഹിയർ വി കം ടു ദ ഫൈനൽ. അപ്പോൾ അണ്ടർ-17 വേൾഡ് കപ്പിൻ്റെ കലാശപ്പോര് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഓസ്ട്രിയയും പോർച്ചുഗലും തമ്മിലാണ് കലാശപ്പോരിൽ മാറ്റുരക്കുന്നത്. അത് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് കലാശപ്പോര് നടക്കുന്നത്. ആസ്പയർ സോണിലല്ല. ഇവിടെ നമ്മുടെ പോർച്ചുഗൽ ഫാൻസിനൊപ്പം ആസ്പയർ സോണിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.